ഓസ്ട്രേലിയക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ത്യയുടെ വിജയലക്ഷ്യം 265 റൺസ്. ദുബായിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഭേദപ്പെട്ട സ്കോർ നേടാൻ ഓസ്ട്രേലിയൻ ടീമിന് കഴിഞ്ഞു. 49.3 ഓവറിൽ 264 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഫൈനൽ ഉറപ്പിക്കാൻ ഇന്ത്യൻ ബാറ്റർമാരുടെ മികച്ച പ്രകടനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയക്ക് പുതുമുഖ താരം കൂപ്പർ കൊണോലിയെ തുടക്കത്തിൽ തന്നെ നഷ്ടമായി. 9 പന്ത് നേരിട്ട് റണ്ണൊന്നും നേടാതിരുന്ന താരത്തെ മുഹമ്മദ് ഷമിയാണ് പുറത്താക്കിയത്. ആദ്യം തന്നെ വിക്കറ്റ് നഷ്ടമായെങ്കിലും ട്രാവിസ് ഹെഡ് അടിച്ചു തകർക്കാനുള്ള മൂഡിലായിരുന്നു. കൊണോലിയുടെ വിക്കറ്റ് നഷ്ടമായതിന് തൊട്ടു പിന്നാലെ ഹാർദിക് പാണ്ഡ്യയെ 4ഉം 6ഉം അടിച്ച് ഹെഡ് നയം വ്യക്തമാക്കി. അടുത്ത ഓവറിൽ മുഹമ്മദ് ഷമിക്കെതിരെ തുടരെ 3 ബൗണ്ടറികളും ഹെഡ് നേടി. ഇതോടെ സ്പിന്നർമാരെ രംഗത്തിറക്കാൻ രോഹിത് ശർമ്മ നിർബന്ധിതനായി. കുൽദീപ് യാദവ് ആദ്യമെത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ വരുൺ ചക്രവർത്തി ഇന്നിംഗ്സിലെ തന്റെ 2ാം പന്തിൽ തന്നെ ഹെഡിനെ പുറത്താക്കി ഇന്ത്യക്ക് ആശ്വാസം പകർന്നു. 1 ഡൗണായി എത്തിയ സ്റ്റീവ് സ്മിത്ത് നിലയുറപ്പിച്ച് കളിക്കാനാണ് ശ്രമിച്ചത്. ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് കാഴ്ചവെച്ച സ്മിത്ത് ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിനെ മുന്നോട്ട് കൊണ്ടുപോയി. നേരിട്ട 68ാമത്തെ പന്തിലാണ് ഓസീസ് നായകൻ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. മറുവശത്ത് മാർക്കസ് ലെബുഷാനെയും ജോസ് ഇംഗ്ലീഷിനെയും ഓസ്ട്രേലിയക്ക് നഷ്ടമായി. രവീന്ദ്ര ജഡേജയാണ് ഇരുവരെയും പുറത്താക്കിയത്. സ്മിത്തിന് പങ്കാളിയായി അലക്സ് കാരി എത്തിയതോടെ കാര്യങ്ങൾ ഓസ്ട്രേലിയയുടെ വരുതിയിലാണെന്ന് തോന്നി. ഒടുവിൽ സ്മിത്തിന്റെ കുറ്റി ഫുൾ ടോസിലൂടെ തെറിപ്പിച്ച് മുഹമ്മദ് ഷമി ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി. 96 പന്തിൽ 73 റൺസായിരുന്നു സ്മിത്തിന്റെ സമ്പാദ്യം. 4 ബൗണ്ടറികളും ഒരു 6ഉം അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. ഇതിനുശേഷം ക്രീസിലെത്തിയ ക്ലെൻ മാക്സ്വെൽ നേരിട്ട 4ാം പന്തിൽ തന്നെ അക്സർ പട്ടേലിനെ സിക്സറിന് പറത്തി. എന്നാൽ അടുത്ത പന്തിൽ താരത്തിന് പിഴച്ചു. അപ്രതീക്ഷിതമായി ലൈൻ മാറ്റിയെറിഞ്ഞ അക്സർ പട്ടേൽ മാക്സ്വെല്ലിന്റെ കുറ്റി തെറിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിൽ അലക്സ് കാരി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 57 പന്തിൽ 61 റൺസ് എടുത്ത അലക്സ് കാരി ഒടുവിൽ ശ്രേയസ് അയ്യരുടെ നേരിട്ടുള്ള ത്രോയിൽ റണ്ണൌട്ടായി. ഇന്ത്യക്കായി മുഹമ്മദ് ഷമി 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ രവീന്ദ്ര ജഡേജയും വരുൺ ചക്രവർത്തിയും 2 വിക്കറ്റുകൾ വീതം നേടി. ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഓരോ വിക്കറ്റുകൾ സ്വന്തമാക്കി. ഇനി ബാറ്റർമാരുടെ കയ്യിലാണ് കളി. നേരത്തെ പാകിസ്ഥാനെതിരെയും ബംഗ്ലാദേശിനെതിരെയും ചേസ് ചെയ്താണ് ഇന്ത്യ വിജയിച്ചത്. ബംഗ്ലാദേശിനെതിരെ 228 റൺസും പാകിസ്ഥാനെതിരെ 241 റൺസുമാണ് ഇന്ത്യ വിജയകരമായി ചേസ് ചെയ്തത്. ബംഗ്ലാദേശിനെതിരെ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് നേട്ടമായത്. പാകിസ്ഥാനെതിരെ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും ശ്രേയസ് അയ്യരുടെ അർദ്ധ സെഞ്ചുറിയും ഇന്ത്യയുടെ രക്ഷക്കെത്തി. ICC ഇവന്റുകളുടെ നോക്കൌട്ട് മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കാറുള്ള ഓസീസിനെതിരെ വിജയം നേടാൻ ഇന്ത്യൻ ബാറ്റർമാർ തകർപ്പൻ പ്രകടനം പുറത്തെടുത്തേ മതിയാകൂ. ആരാധകരുടെ പ്രതീക്ഷയും ഇനി ബാറ്റർമാരുടെ പ്രകടനത്തിൽ തന്നെയാണ്. ദുബായിൽ കളിച്ച 3 ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളും വിജയിച്ച ഇന്ത്യക്ക് ഈ മത്സരം കൂടി വിജയിക്കാനായാൽ ഫൈനലിലേക്ക് കുതിക്കാൻ കഴിയും. മാർച്ച് 5-ന് ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിലാണ് 2ാമത്തെ സെമി ഫൈനൽ മത്സരം നടക്കുന്നത്.